ഹലോ, എല്ലാവർക്കും നമസ്കാരം. വിഷുയുടെ ഒരുക്കങ്ങൾ വിഷുയുടെ തലേ ദിവസം തന്നെ നമ്മളങ്ങ് തുടങ്ങി. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിൽ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഇവിടെ വറുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കൂട്ടുണ്ടാക്കുന്ന റെസിപ്പിയൊന്നുമില്ല, പക്ഷേ എങ്കിലും ഉണ്ണിയപ്പം ചുടുന്ന റെസിപ്പിയുണ്ട്. അത് ഈ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ കുറച്ച് കൂട്ടാണ് കാരയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത് പൊന്തി വരുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പൊങ്ങിയൊന്നും വന്നില്ല. അതുകൊണ്ട് കുറച്ചധികം തന്നെ കൂട്ട് രണ്ടാമത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പൂരത്തിൻ്റെ വീടൊക്കെ നമ്മൾ എടുത്ത് വെച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്കിലും ഇടണം എന്നുണ്ട്. പൂരത്തിനത് ഇനി പറ്റുമെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാവുന്നതാണ്. എല്ലാവരും തീർച്ചയായും കാണുന്നു. നമ്മളെ കാരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് പഴംപൊരിയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. പഴംപൊരിയാക്കാൻ കൂട്ടും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ കാരിയപ്പത്തിൻ്റെ വീഡിയോ തന്നെയാണ് എടുക്കുന്നത്. പഴംപൊരിയിലേക്ക് നമുക്ക് കിടക്കാം. പഴംപൊരി ഉണ്ടാക്കുന്നത് എൻ്റെ മാമിയാണ്. മാമി മാത്രമല്ല, മാമിയും അമ്മയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ രണ്ട് കൂട്ടത്തിൽ കാരിയപ്പാണോ അല്ല പഴംപൊരിയാണോ ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുകൂടാണ് നിങ്ങളുടെ വിഷുവിൻ്റെ ദിവസം ഏതൊക്കെ അപ്പങ്ങളാണ് ഉണ്ടാക്കിയതെന്നും കമൻറ്റ് ചെയ്യുക. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. പഴംപൊരിയും കാരിയപ്പും ഇവിടെ തയ്യാറാണ്. പിന്നെ ഉള്ളത് കണി വെക്കലാണല്ലോ. അപ്പങ്ങളാക്കിയ പിന്നെ നമ്മുടെ കണിയിലേക്കാണ് കിടക്കുന്നത്. കണി വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഇപ്പോഴേ കണി വെക്കുന്ന വീഡിയോ ഒക്കെ എടുത്താൽ ഞാനത് കാണൂലേ. അപ്പം എൻ്റെ അങ്ങനെ നഷ്ടം. എങ്ങനെയുണ്ട് കണി എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിതിൽ എന്തെങ്കിലും കൂടിച്ചേർത്തിനൊന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കണിയൊക്കെ കഴിഞ്ഞാൽ നേരെ പടക്കം പൊട്ടിക്കലാണല്ലേ പരിപാടി. ഇവിടെ എൻ്റെ അനിയനാണ് കേട്ടോ പടക്കം പൊട്ടിക്കുന്നത്. അനിയൻ മാത്രമല്ല, ഞാനും ചേച്ചിയും മാമിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അവന് പൂക്കുത്തിരി ഏറ്റവും ഇഷ്ടമായതുകൊണ്ട് അതാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിഷു എങ്ങനെയാണെന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ. കൂടെ ഹാപ്പി വിഷു.